രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും ടൂറിസത്തിനും പ്രാധാന്യം നൽകിയുള്ള മിച്ച ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് ബജറ്റ് അവതരിപ്പിച്ചു. പൂർണ്ണമായും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 27,05,17,648 രൂപ വരവും 26,58,91,260 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് അവതരിപ്പിച്ചത്. ഓരോ മേഖലയ്ക്കും വിഭവസമാഹരണങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഓരോ മേഖലയ്ക്കും നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ ജനപങ്കാളിത്തത്തോടെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഭവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനൊപ്പം കാർഷിക മേഖല, ഗ്രാമീണ റോഡുകളുടെ നവീകരണം, കുടിവെള്ള പദ്ധതികൾ, മാലിന്യ സംസ്കരണം, വനിതകൾക്കും യുവാക്കൾക്കുമായുള്ള നവീന പദ്ധതികൾ, വയോജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ, SC/ST വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ആരോഗ്യമേഖല വികസനം, ടൂറിസം പദ്ധതി, മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം എന്നിവയ്ക്ക് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കോടിയുടെ വികസന പ്രവർത്തനങ്ങളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. 27,17,648 രൂപ വരവും 26,58,91,260 രൂപ ചിലവും 46,26,388 രൂപ നീക്കിബാക്കിയുമുള്ള ഒരു സമസ്ത മേഖലയെ സ്പർശിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിച്ചത്. ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ 4 വർഷങ്ങളിൽ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പശ്ചാത്തല മേഖലയ്ക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തുക അപര്യാപ്തമാണ്. ശോചനീയാവസ്ഥയിലുള്ള അങ്കണവാടികൾക്ക് തുക അനുവദിച്ചില്ല. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും ഉൾപ്പെടുത്തിയില്ലെന്ന് പ്രതിപക്ഷ അംഗം ബെന്നി പാലക്കാട് പറഞ്ഞു. അപര്യാപ്തതകൾ ധാരാളമായി കടന്നുകൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് അംഗൻവാടി മേഖലയാണ്. കുഞ്ഞുങ്ങൾ ഓരോ രാവിലെ മുതൽ വയ്യോളം ജീവിച്ചു പോകുന്ന കെട്ടിടങ്ങളാണ്. 21 കെട്ടിടങ്ങളിൽ 7 എണ്ണം ഫിറ്റ്നസ് പോലും കിട്ടാൻ കഴിയാത്ത കെട്ടിടങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി ആകെ വകവിളിച്ചിരിക്കുന്നത് 30 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ അത് ഒരു അപര്യാപ്തതയാണ്. അടിയന്തിരമായി മുഴുവൻ കെട്ടിടങ്ങളും പണി പൂർത്തീകരിച്ച് ഫിറ്റ്നസ് കിട്ടുന്ന നിലയിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തി വെക്കേണ്ടതായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഭരണ നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.